ചാലക്കുടി മണ്ഡലത്തിൽ പ്രചാരണം ശക്തമാക്കി മുന്നണികൾ. നവചാലക്കുടിയാണ് LDFന്റെ ലക്ഷ്യമെന്ന് പ്രൊഫസർ സി രവീന്ദ്രനാഥ് പറയുന്നു. എന്നാൽ വാഗ്ദാനങ്ങളല്ല, പ്രവൃത്തിയാണ് മുഖ്യമെന്ന് UDF സ്ഥാനാർത്ഥി ബെന്നി ബെഹനാൻ. അതേസമയം ചാലക്കുടിയിൽ മാറ്റം കൊണ്ടുവരാൻ കഴിയുമെന്ന വിശ്വാസമാണ് NDA സ്ഥാനാർത്ഥി കെ ഉണ്ണികൃഷ്ണനുള്ളത്. സംസ്ഥാനത്ത് നവകേരളം ലക്ഷ്യമിട്ട് അധികാരത്തിലെത്തിയ LDF നവചാലക്കുടി സൃഷ്ടിക്കുമെന്ന് വാഗ്ദാനം നൽകിയാണ് വോട്ട് തേടുന്നത്. ചാലക്കുടിയിൽ സർവ്വമേഖലയിലും വികസനം വേണം, അത് നടപ്പിലാക്കുമെന്നും പ്രൊഫസർ സി രവീന്ദ്രനാഥ് പറയുന്നു. കേരളത്തിൻ്റെ ഒപ്പം നിൽക്കുന്ന, അതിനോട് പൂരകമായി നിൽക്കുന്ന ഒരു നവ ചാലക്കുടി സംഘം വിദ്യാഭ്യാസ രംഗത്ത്, ആരോഗ്യരംഗത്ത് ഒക്കെ ഇന്ന് കേരളത്തിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് ഒരു പുതിയ സങ്കല്പം. വാഗ്ദാനം നൽകി വോട്ട് പിടിക്കാനില്ലെന്നാണ് UDF സ്ഥാനാർത്ഥി ബെന്നി ബെഹനാന്റെ അഭിപ്രായം. കഴിഞ്ഞ 5 വർഷത്തെ വികസന തുടർച്ചയ്ക്കാണ് വോട്ട് വേണ്ടതെന്നും UDF സ്ഥാനാർത്ഥി പറയുന്നു. നമ്മളങ്ങനെ വാഗ്ദാനങ്ങളുടെ അടിസ്ഥാനത്തിൽ വോട്ട് പിടിക്കാൻ ഞാൻ തയ്യാറില്ല. 5 വർഷക്കാലം കിട്ടിയ പരിമിതമായ ഫണ്ടിൻ്റെ അടിസ്ഥാനത്തിലും ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിലും ഈ നിയോജകമണ്ഡലത്തിൽ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ നിയോജകമണ്ഡലത്തിൽ ഇനി നിരവധി കാര്യങ്ങൾ ചെയ്യണം. ആ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ജനങ്ങളോടൊപ്പം നിൽക്കുമെന്ന വാഗ്ദാനം മാത്രമേ ഞാൻ ഇപ്പോൾ നൽകിയിട്ടുള്ളൂ. ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത് മാറ്റമാണ്. ഇത്തവണ അതുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് NDA സ്ഥാനാർത്ഥി കെ ഉണ്ണികൃഷ്ണൻ. ഒരു മാറ്റമല്ല ജനങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. ഇടതുപക്ഷവും വലതുപക്ഷവും ഈ നാട് ഭരിച്ച് നമുക്കറിയാം, യാതൊരുവിധമായ വികസനവും കേരളത്തിലുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ഒരു വോട്ട് എന്നുള്ളത്, നരേന്ദ്രമോദിക്ക് ഒരു വോട്ട് എന്നുള്ളത് ജനങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. 3 മുന്നണികൾക്കും വെല്ലുവിളിയായി ചാലക്കുടിയിൽ കന്നിയംഗത്തിനിറങ്ങിയ 2020യും കളത്തിലുണ്ട്. റിനു ശ്രീധർ, മീഡിയ 1, ചാലക്കുടി.